2024 മലയാളം സിനിമയുടെ ബോക്സ് ഓഫീസിൻ്റെ തന്നെ ഡയമെൻഷൻസ് മാറ്റി എഴുതിയൊരു വർഷമായിരുന്നു. നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും കിഷ്കിന്ധാകാണ്ഡവും എല്ലാം നേടിയ വിജയം. ഇതിൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ചരിത്ര നേട്ടം കൊയ്തു, 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. പ്രേമലു 10 കോടിയോളം രൂപ തെലുങ്ക് വേർഷനിൽ നിന്ന് നേടി. ഒരു ആസിഫ് അലിയുടെ ചെറിയ ചിത്രം ഏകദേശം 80 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും സംഭവിച്ച വർഷമായിരുന്നു 2024. എന്നാൽ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അത്ഭുത വിജയം ഏതാണെന്ന് പറയേണ്ടി വന്നാൽ മാർക്കോ എന്നായിരിക്കും എൻ്റെ ഉത്തരം. അത് വേറൊന്നും കൊണ്ടല്ല, മാർക്കോ ഒരു എയറേറ്റഡ് സിനിമയാണ്. അപ്പം തന്നെ ഒരു നല്ല ശതമാനം ഓഡിയൻസ് ആ സിനിമയിൽ നിന്ന് മാറി നിന്നു. കാരണം അതിൻ്റെ വയലൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ തരം ഓഡിയൻസിനും, എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസും കുട്ടികളും ഒക്കെ അതിൽ നിന്ന് നല്ല രീതിയിൽ വിട്ടു നിന്നൊരു സിനിമയാണ് അതിൻ്റെ ബോക്സ് ഓഫീസ് റണ്ണിൽ. 2, ഹനീഫ് അദേനി നല്ല 2 പരാജയങ്ങൾ. അത് പരാജയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 സിനിമകളുടെയും ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ ഗുഡ് വിൽ എന്ന് വെച്ചാൽ ലോ ആയിരുന്നു, ഓൾ ടൈം ലോ. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ലോയിൽ നിൽക്കുമ്പോഴാണ് മാർക്കോ റിലീസാവുന്നത്. പിന്നെ ഉണ്ണി ഇതുവരെ ഒരു വലിയൊരു ബോക്സ് ഓഫീസ് ഓപ്പണിങ്ങോ കാര്യങ്ങളോ ഒന്നും നേടിയൊരു വ്യക്തിയുമല്ല. അപ്പോൾ അങ്ങനെ മാർക്കോ 2024 ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തി. എന്നാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം തന്നെ സിനിമയ്ക്കൊരു ഗംഭീര ഓപ്പണിങ് കേരളത്തിൽ വന്നു. അതും അതിന് ഈ ഒരു ഇത്രയും സിനിമകളുള്ളത് കൊണ്ട് ധാരാളം ഷോ ഇടാൻ പറ്റിയില്ല. ഒരു ഷോ കൗണ്ടിൻ്റെ കാര്യത്തിനകത്തൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ 5 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ പോയേനെ. എന്നിട്ട് തന്നെ ഒരു ഭയങ്കര ഒക്കുപ്പൻസിയിൽ ഒരു എന്താണോ കിട്ടിയ ഷോ അതിനൊരു ഗംഭീര പെർഫോമൻസാണ് മാർക്കോ നടത്തിയത്. അങ്ങനെ കേരളത്തിൽ 40 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത് വേൾഡ് വൈഡ് 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയാണ് മാർക്കോ. പക്ഷേ ഇതിനകത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹിന്ദി വേർഷൻ്റെ സക്സസ് ആണ്. കാര്യം ഇതുവരെ ഇവിടെ ഒരു മലയാള സിനിമയും 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് ഈ ഒരു സിനിമ ഏകദേശം 15-16 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷനിൽ അതിൻ്റെ ബോക്സ് ഓഫീസറാണ് എൻഡ് ചെയ്യുന്നത്. അത് ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളവും ഹനീഫിനെ സംബന്ധിച്ചിടത്തോളവും മലയാള സിനിമയ്ക്കും ഒരു ചരിത്ര നേട്ടം തന്നെയാണ് മാർക്കോയുടെ ഒരു ഹിന്ദി റണ്ണ്. ഇതിനെ നമ്മളൊരു ചരിത്ര നേട്ടം തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഒരു സിനിമ ഡബിൾ ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്ര വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഒരു 15-16 കോടി രൂപ ഗ്രോസ് ചെയ്ത് ആ ഒരു ബിസിനസ്സിനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചു. ഏതൊക്കെ സിനിമ ആ ഒരു നമ്മുടെ ബിസിനസ്സിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നു അതിനെയൊക്കെ നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ വേണം കാണാൻ. അതിപ്പോൾ തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് ആയാലും ശരി, ഈ ഹിന്ദിയിൽ മാർക്കോ ആണെങ്കിലും ശരി. അപ്പോൾ പക്ഷേ മാർക്കോയ്ക്ക് അത്ര ഒരു അപ്രിസിയേഷൻ അതിൻ്റെ ഹിന്ദി റണ്ണിന് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതിനെ ഒരു വലിയ സംഭവമായിട്ടൊന്നും ഒരു വലിയ രീതിയിൽ കണക്കാക്കിയിട്ടില്ല. നമ്മൾ ഈ അത്യാവശ്യം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുന്നവരത് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഒരു മലയാളി ഒരു സിനിമാ ലോകത്തിനിടയ്ക്ക് ഇതിനെ ഒരു വലിയൊരു ചരിത്രപരമായൊരു നേട്ടമായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ അതിനെ നമ്മൾ എപ്പോഴും ഈ ഒരു സിനിമയുടെ ഹിന്ദി വേർഷൻ്റെ വിജയത്തെ നമ്മൾ ചരിത്ര നേട്ടം, ഹിസ്റ്റോറിക് അച്ചീവ്മെൻ്റ് എന്ന് ഉള്ള രീതിയിൽ തന്നെ വേണം കാണാൻ. അപ്പോൾ 15-16 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് മാർക്കോ. ഇതിൻ്റെ ഏറ്റവും ഒരു വ്യക്തിപരമായ ആഗ്രഹം മാർക്കോയുടെ 2ാം ഭാഗം ചെയ്യണം. മാർക്കോയുടെ 2ാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ണിയും ഹനീഫും അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ പ്ലാൻ ചെയ്ത് ഒരു നല്ല സ്ക്രിപ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് വലിയൊരു ക്യാൻവാസിൽ കുറച്ചുകൂടെ ബെറ്റർ കാസ്റ്റും എല്ലാം കൊണ്ടുവന്ന് ഒരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തന്നെ ചെയ്യണം. കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ ചെറുതല്ല, വളരെ അപൂർവമാണ് മലയാള സിനിമ ഈ ഹിന്ദിയും തെലുങ്കും ഒക്കെ ഒരേ സമയത്ത് ഹിറ്റിലേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ അത്രയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും വാല്യൂ ഒക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഉണ്ണിയും ടീമും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മാർക്കോയുടെ ഹിന്ദി റൺ ഒരു ചരിത്ര നേട്ടമാണ്. നമ്മളതിനെ അങ്ങനെ തന്നെ കാണണം, അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്.